നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമ്മാതെ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് നെഗറ്റീവ് പറയത്തില്ല. ഒരു സിനിമയാണ് കാണാൻ വേണ്ടി വലിയ ഇൻട്രസ്റ്റ് ആണ്. തെറ്റുകുറ്റങ്ങളുണ്ട്, അവാർഡിന് വേണ്ടിയൊക്കെ ഇല്ല. അവരുടെ പാരഞ്ചത്തിൻ്റെ പടം പോലെ തന്നെ പൊളിറ്റിക്കൽ പടമാണ്. പിന്നെ അതിൽ എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിക്കുന്നുണ്ട്. വിക്രമിൻ്റെ ഒരു 2-3 പടം ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു തിരിച്ചുവരവാണ് കേട്ടോ. ഓസം. നമുക്ക് ഒരു രക്ഷയില്ല അല്ല. ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ട്വിസ്റ്റൊക്കെ റിലീവ് ചെയ്യുന്ന ആ സീനൊക്കെ ഗംഭീരം. നമ്മൾ പാർവതിയൊക്കെ നമ്മൾ ഫെമിനിസ്റ്റാണ്, ആനയാണ്, ചേനയാണ്, പക്ഷെ അവരെ അഭിനയമൊക്കെ എൻ്റെ പൊന്നോ, ഒരു നാഷണൽ അവാർഡ് അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ട, അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമ്മാതെ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് നെഗറ്റീവ് പറയത്തില്ല. സിനിമയെ സിനിമയായിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഒരിടത്തും ഒരു ലാഗില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു തന്നെ ഗുംസ് ആയിട്ടുള്ളൊരു സോങ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവർ എനിക്കറിയത്തില്ല, എന്തിനാണ് പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കല്ല. അത്രയ്ക്ക് വർത്താണ്. നമ്മൾ കൊടുത്ത കാശിന് മുതലാക്കാൻ പറ്റുന്ന സിനിമയാണ്. മലയാളികളുടെ ഇതിൽ നമ്മുടെ മാളവിക ചെയ്തിട്ടുണ്ട്, ആരതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. എൻ്റെ പൊന്നോ അതൊക്കെ നമ്മൾ മാളവികയാണോ ഇത് എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ല. അതിൽ വില്ലൻ ആയിട്ട് വരുന്ന ആൾ, നമുക്കറിയാം അയാൾ വില്ലനാണെന്ന്, പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാളെയൊക്കെ ഒന്ന് വിക്രം തന്നെ പുള്ളീനെ ഒന്ന് ഡൗൺ ചെയ്യുന്ന ആ ഒരു സീറ്റ് എങ്ങനെയാണത് വിവരിക്കേണ്ടതെന്നില്ല. സീക്വൻസൊക്കെ സൂപ്പർ. നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ മൈൻഡ് വയ്ക്കരുത്. സത്യമായിട്ട് സിനിമ വർത്താണ്, സൂപ്പറായിട്ടിരിക്കുന്നു. പിന്നെ അവാർഡിന് വേണ്ടിയില്ല, സൂപ്പർ സിനിമയാണ് കാണാൻ വേണ്ടി വലിയ ഇൻട്രസ്റ്റ് ആണ്. തെറ്റുകുറ്റങ്ങളുണ്ട്, അവാർഡിന് വേണ്ടിയൊക്കെ ഇല്ല. അവരുടെ രീതി അടിപൊളിയായിട്ടിരിക്കും. സൂപ്പറായിട്ടിരിക്കണേ. സിനിമ ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമ സൂപ്പർ തന്നെ. പിന്നെ അവാർഡിന് വേണ്ടി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവാർഡിന് വേണ്ടിയൊക്കെ സിനിമ. പിന്നെ സൂപ്പറായിട്ടിരിക്കുന്നു സിനിമ. விக்ரம்னா அடிபொலியாட்டு அഭിനയിക്കുന്നു. விக்ரம் சார் நல்லா பண்ணியிருக்காரு, ஆக்ட் பண்ணியிருக்காரு. கண்டிப்பாக விக்ரம் சாருக்கு வந்து நேஷ்னல் அவார்டு கிடைக்கும் இந்த படத்துக்கு. சூப்பராக பண்ணியிருக்காரு. மாளவிகா மேனனும் நல்லா பண்ணியிருக்காங்க. படம் சூப்பராக இருக்குது, பார்க்கலாம். பாரஞ்சித்தினாலே தெரியல ப்ரோ, அரசியல் லைட்டாக கொண்டு வருவார். பட் ஓவரால் செகண்ட் ஹாஃப் ஸ்டார்டிங்கில் கொஞ்சம் லேக் இருந்துச்சு. மற்றபடி மேக்கிங் எல்லாம் கொஞ்சம் நல்லா இருந்துச்சு. பழைய படத்தை கூட டோட்டலாக மாறின ஜான்ரா அதே மாதிரி இல்லை ப்ரோ, அதே சேனலில் தான் போய்ட்டு படத்தில் பயங்கர டீக்ரேடிங் எல்லாம் வருது, நெகட்டிவ் எல்லாம் வருது படத்துக்கு. ஆமாம் ப்ரோ, லைட்டாக அந்த பிஎஃப்எக்ஸ் எல்லாம் சில இடத்துல கொஞ்சம் இது பண்ணியிருந்தாங்க, கொஞ்சம் டவுனாக தான் இருந்துச்சு. பட் மேக்கிங்கில் கொஞ்சம் நல்லா இருந்துச்சு. அந்த ஆக்டிங், ஷியான் ஆக்டிங்கு, பார்வதியோட ஆக்டிங்கு, மாளவிகா மோகன் ஆக்டிங் எல்லாம் நல்லா இருந்துச்சு. தெரியல, எனக்கே புரியல ஒன்றும். தமிழில் பார்க்குற எனக்கே புரிய மாட்டேங்குது. லாங்குவேஜ் மனசிலாகுது, ஒரு சில இது புரியுது, பட் இருந்தாலும் அந்தளவுக்கு இது இல்லை. ஸ்டோரி கொஞ்சம் அந்தளவுக்கு இதாகல. படம் எப்படி இருக்குது? அதெல்லாம் ஒன் டைம் பார்க்கலாம், அது மேலே കൊള്ളാം. അത് മറ്റേ ഡയറക്ഷൻ കൊള്ളാം, പാട്ടും GV പാട്ട് കൊള്ളാം. പിന്നെ അത് മറ്റേ ഒരു ഇതുണ്ട്, അതിൻ്റെ പേര് ജിബാര പോലെ സീരീസ് ഉണ്ട്, സീരീസ്. അതിൻ്റെ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. പിന്നെ മേക്കിംഗ് എല്ലാ ഒരു ചെറിയ അതിൻ്റെ ഭാഗം എടുത്തെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. തമിഴ് മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഇപ്പോൾ ഒരു പഴഞ്ചൻ ഒരു എത്ര BC പഴയമുള്ള ഒരു സംഭവം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മനസ്സിലാക്കാനുള്ള ഇപ്പോൾ അതിന് സബ് ടൈറ്റിലുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഗംഭീര പടമാണ്. നല്ല അടിപൊളിയാണ്. പറയേണ്ട ആവശ്യമില്ല. അതെ. എടുത്തു പറയാൻ പടം പാരഞ്ചത്തിൻ്റെ പടം പോലെ തന്നെ പൊളിറ്റിക്കൽ പടമാണ്. പിന്നെ അതിൽ എക്സിക്യൂട്ട് എടുത്തിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ആക്ഷൻ പാക്ക് ആയിരുന്നു, നല്ല കറക്റ്റ് ക്ലാസിക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര